ഇപ്പൊ ഇവിടെ നമ്മളടുത്ത് വന്ന കണ്ണൂരിൽ വന്ന ടീമാ. എല്ലാരും നമ്മള് റംബുട്ടാൻ അടിച്ചു മാറ്റുന്ന തിരക്കിലാ. ഇതിന്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ, അതായത് എന്റെ പെരിങ്ങോട്ടലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള തന്നെ എന്റെ വീടിനായിട്ടും ഒരു 500 മീറ്റർ ഉണ്ടാവും. 500 ഉണ്ടാവില്ല, ഒരു 300 മീറ്റർ അടുത്തുള്ള ഒരു ബട്ടറാണ്. ഇതിമെന്നാണ് ഞാൻ തൈ ഉണ്ടാക്കുന്നത്. ബോൾ ഷേപ്പാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഇത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് കായ്ക്കുന്നുണ്ട്. ഇതൊരു ഓൾ സീസൺ ആയിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതുമല്ല ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റി ഉണ്ടോ, നിറയെ കായുണ്ട്. ഇവരെ വീട്ടിലാണ് ഈ കായ്ച്ചുള്ളത്. ഡിസംബർ ജനുവരി മാസത്തിലുണ്ട്. അതേപോലെ 3 പ്രാവശ്യമായിട്ടാണ് ഒരു വർഷത്തിൽ ഈ മരത്തിൽ കായ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫുൾ ടൈം ഒരു ഓൾ സീസൺ പോലെയാണ് ഇതിനെ. കാരണം എന്ന് വെച്ചാൽ 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലൊന്നും മൂത്ത് കിട്ടുന്ന സാധനമല്ലല്ലോ അത്. അപ്പോൾ ഓൾ സീസണായിട്ട് ഇതിന് എപ്പോഴും കായ ഉണ്ടാകണ ഒരു മരമാണിത്. ഇതിമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ കമ്പെടുത്ത് കൊണ്ട്. അതാണ് കറക്റ്റ്. ഫുൾ ടൈമിൽ കായ ഉണ്ടാവും. 3 പ്രാവശ്യമായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു അവക്കാഡോൻ്റെ വീഡിയോ, അതായത് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു അവക്കാഡോൻ്റെ വീഡിയോ ഇപ്പോൾ നമ്മൾ കാണിച്ചു. അപ്പോൾ അതേപോലെ എൻ്റെ ഈ വീടിനോടും ഈ പരിസരത്ത്, അതായത് ഒരു 300-400 മീറ്ററിൻ്റെ ഉള്ളിൽ, കിലോമീറ്റർ അല്ല 3 കിലോമീറ്റർ, നമ്മൾ പോയി കണ്ടു, 200-300 മീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു 10ഓളം വെറൈറ്റി അവക്കാഡോ നമ്മൾ നാട്ടിൽ തന്നെ കായ്ച്ചിരുന്നു. അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളെ, അത് കാടാമ്പുഴന്ന് 2 വെറൈറ്റി, അതേപോലെ ചെമ്മാട് ഭാഗത്തുനിന്ന് ഒരു വെറൈറ്റി, അതായത് അതിൽ ബ്ലാക്ക് കളർ പഴുക്കുന്ന സമയത്ത് ബ്ലാക്ക് കളറായിട്ട് വരുന്നുണ്ട്. അതേപോലെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. അതേപോലെ ഗ്രീനായിട്ട് തന്നെ വരുന്നുണ്ട്, റെഡായിട്ട് വരുന്നുണ്ട്. എല്ലാ വെറൈറ്റിയും നമ്മൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ട് ഒരുപാട്. നമ്മളെ ഈ മലപ്പുറം ജില്ലയിലും, അതായത് എൻ്റെ വീടിൻ്റെ പരിസരത്തുമായിട്ട് തന്നെ ഒരുപാട് മരങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഒരുപാട് വെറൈറ്റി അവക്കാഡോകൾ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇതിൽ ഓൾ സീസൺ ഒന്നുമില്ല, എല്ലാ വെറൈറ്റിൻ്റെ കയ്യിലുണ്ട്. ഇവിടെ നമ്മൾ നാട്ടിൽ കായ്ക്കുന്ന എല്ലാ വെറൈറ്റിയും ഓൾ സീസണായിട്ട് കായ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ആ മരമൊക്കെ ശരിക്കും 3 പ്രാവശ്യമായിട്ടാണ് ഒരു വർഷം. 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി, ഓൾ സീസൺ ആയി. കാരണം ഇതൊന്നും ആയി കിട്ടണമെങ്കിൽ 2 മാസം 3 മാസം പിടിക്കും ഒരു കായ് പറിച്ച് ആവണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി അവക്കാഡോനെ പറ്റി നിങ്ങൾ എവിടെയും പോകണ്ട. കാരണം അത്രയും 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന അവക്കാഡോകളാണ് നമ്മളിപ്പോൾ ഇവിടെ വിറ്റ് കൊണ്ടിരിക്കുന്നത്. നമ്മളെ ട്രോപ്പിക്കലായിട്ട് കായ്ക്കണ, നമ്മളെ നാട്ടിൽ കായ്ക്കണ അവക്കാഡോകളാണ് ഞാൻ വിറ്റ് കൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ചെറിയ എമൗണ്ടിനെ കൊടുക്കണം. 200 രൂപക്കാണ് നമ്മൾ പുറത്തുനിന്ന് അവക്കാഡോ വരുന്നുണ്ട്. ഇരിട്ടി ഭാഗത്തുനിന്ന്, അതേപോലെ വയനാട് ഭാഗത്തുനിന്നൊക്കെ തൈകൾ വരുന്നുണ്ട്. നമ്മൾ തൃശ്ശൂർ മണ്ണത്തിയൊക്കെ പോകുമ്പോൾ കൂടുതലും അവിടുന്ന് വരുന്ന തൈകളാണ്. അതൊക്കെ എന്ന് കായ്ക്കും എപ്പോൾ കായ്ക്കും നമുക്കറിയില്ല. ഇത് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന അവക്കാഡോകളാണ്. സോഫ്റ്റ് സ്കിൻ മട്ടോവ ഉണ്ടോ, മട്ടോവയിൽ ഏറ്റവും വലുതും ടേസ്റ്റും ഫ്ലഷും ഉള്ള ഒരു വെറൈറ്റിയാണ് സോഫ്റ്റ് സ്കിൻ മട്ടോവ. നമുക്ക് എത്ര സമയം കൊണ്ട് റിസൾട്ട്? ഇത് 2-3 വർഷം വെയിലുണ്ടെങ്കിൽ ഓക്കെയാണ്. കാരണം നമ്മൾ കൊടുത്തോടത്ത് മൊത്തം കായ്ച്ചിട്ടുണ്ട്. ഇത് ഈ സോഫ്റ്റ് സ്കിൻ മട്ടോവക്ക് കുറച്ച് വില ജാസ്തിയാണ്, 450 രൂപയാണ്. പിന്നെ അടുത്തൊന്നുള്ളത് ജയന്റ് പർപ്പിളാണ്. പിന്നെ ഒന്ന് വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ജയന്റ് പർപ്പിൾ. ഇതാകുമ്പോൾ വലുപ്പത്തിലും ഉണ്ടാവും ഫ്ലഷും ഉണ്ടാവും. ഇത് മറ്റുള്ള റെയിൻബോ, ബ്ലാക്ക്, പിന്നെ ഡോർഫ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി. അതൊന്നും ഇത്ര ഫ്ലഷ് ഒന്നിനും കിട്ടില്ല. ഇതിന് കിട്ടുന്ന ഫ്ലഷ് ഒന്നിനും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. ഒന്ന് ജയന്റ് പർപ്പിൾ, ഒന്ന് സോഫ്റ്റ് സ്കിന്ന്. ഇത് നമ്മളെ ലിപ്പോട്ട് എന്ന് പറയും, ഞാവൽ പോലത്തെ ഒരു പഴമാണ്. ഇത് നമ്മളിവിടെ റിസൾട്ട് അല്ല, വീട്ടിലത് കായ്ച്ചിരിക്കണ്. വീട്ടിൽ കായ്ച്ചിട്ടുണ്ടല്ലേ? നമുക്ക് ആ പ്ലാന്റിന്റെ പോയാലോ? അപ്പോൾ അതിന് തൈകൾ ഇവിടെ ഉണ്ട് സ്റ്റോക്ക്. അത് ലെയർ തൈകളാണ്. ഇത് എത്ര രൂപ മുതൽ? ഇത് 350 രൂപ. എൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ, കുറവാണ്, കുറച്ചേ കുറവുള്ളൂ. എൻ്റെ ചെസ്റ്റ് വരെ വരുന്നുണ്ട്. ലിപ്പോട്ട് നമ്മളിപ്പോ കണ്ട തൈന്റെ ഫ്രൂട്ട് ആണല്ലേ ഇത്? ഞാൻ ലിപ്പോട്ട്. ഇതാണ് ആ ഒരു ഫ്രൂട്ട് അല്ലേ? ഞാവൽ പോലെ തന്നെ കഴിക്കാം. റെഡ് കളർ ഉള്ളു വശം തന്നെ. കുരുണ്ട്, ഒന്നുകൂടി പഴുക്കാണ്ട് തോന്നും. കുരു അറിയണില്ലേ, കടിക്കണ അറിയില്ല. അതാണ് നമ്മളെ പിംപോങ്ങിന്റെ റൂബി. പിംപോങ്ങില് റൂബി ആണല്ലേ? അതിമനോഹരമല്ലോ സംഭവം. ഇതിന് എന്താ വെച്ചാലേ, പിംപോങ്ങിന് നല്ല അത്യാവശ്യം നല്ല ഫ്ലഷ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കഴിഞ്ഞ വർഷം 2 കായ കിട്ടിയിട്ടുള്ളൂ. അതിൽ അത്യാവശ്യം നല്ല ഫ്ലഷ് ഉണ്ടായിരുന്നു. റൂബിയിൽ എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണ്, ഫ്ലഷ് കുറവാണെന്നുള്ളതാണ്. പക്ഷെ സ്വീറ്റാണ്, ഫ്ലഷ് കുറവാന്നുള്ളൊരു അഭിപ്രായമാണ്. പക്ഷെ ഇത് പരിഹരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതാ കണ്ടോ, ഇഷ്ടംപോലെ കായുണ്ട്, റിസൾട്ട് നന്നായിട്ട് വരുന്നുണ്ട്.
അപ്പൊ അതിന്റെ ഒരു അപ്ഡേഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ, അതെ. ഇതിന്റെ തൈകൾ ഇപ്പൊ കൊടുക്കാനുണ്ടോ? തൈകൾ ഇപ്പോൾ ഒരു 10-20 തൈയൊക്കെ വേണമെങ്കിൽ ഉണ്ടാവൂല. കൂടുതലില്ല. ഇനിയിപ്പോൾ ഇത് എല്ലാവരും ഇത് കഴിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ കൂടുതൽ ഉണ്ടാക്കാന്നുള്ള പ്ലാനിങ്ങിലാണ്. ലീഫൊക്കെ പിമ്പോ അങ്ങനല്ലേ, പക്ഷെ കളർ ഉണ്ട് എന്ന് മാത്രമല്ല, റെഡ് കളർ കുറച്ചുകൂടി ഡാർക്ക്നെസ് കയറിയിട്ടുണ്ട്. അപ്പൊ റഷീദ് ഖാൻ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ മലപ്പുറം ടൗണിൻ്റെ അടുത്ത് പെരിങ്ങോട്ടുകുലം റെസിൻ എക്സോട്ടിക് സിവിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 3 കിലോമീറ്റർ, മൃഗാശുപത്രി റോട്ടിൽ കോഴിക്കോട് പാലക്കാട് റോഡിൽ നിന്ന് കൂടലാട് തൊട്ടടുത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ 2 കിലോമീറ്റർ, അതേപോലെ ചട്ടിപ്പറമ്പ് വന്നതിനാണെങ്കിൽ 3.5 കിലോമീറ്റർ. നമ്മൾ ഇത്തവണ റംബൂട്ടാൻ തകർത്തു അല്ലേ? ഇത്തവണ സത്യം പറഞ്ഞാൽ നമ്മളെ ക്ലൈമറ്റില് മാങ്ങ അടിപൊളിയായിട്ട് കിട്ടി, റംബൂട്ടാൻ അടിപൊളിയായിട്ട് കിട്ടി, ബട്ടർ അടിപൊളിയായിട്ട് കിട്ടി. ഒരുവിധം എല്ലാ ഫ്രൂട്ടും നമ്മളെ കാലാവസ്ഥ ഈ വർഷത്തെ ക്ലൈമറ്റ് എന്തായാലും ടോപ്പാ. മാങ്ങ അടിപൊളി. കാരണം നമ്മളെ റംബൂട്ടാൻ പൊഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതിന് ഇരട്ടിന് പൊഴിഞ്ഞില്ല. ഇപ്രാവശ്യം കൊഴിച്ചിലും കുറവാണല്ലേ. ഇതുണ്ടോ ഇഷ്ടംപോലെ റംബൂട്ടാൻ ഉണ്ട്. ഇതൊക്കെ ഉണ്ട് നിലത്ത് മുട്ടി കിടക്കുക കേട്ടോ. നിലത്ത് കിടക്കുകയല്ലേ. നല്ല ക്വാണ്ടിറ്റി. ഇപ്പൊ ഈ പ്ലാന്റ് ഒക്കെ എത്ര വർഷം പഴക്കേണ്ടത്? ഇതിനൊക്കെ ഒരു 5-8 വർഷം പഴക്കണ്ടാവും. ഇതിപ്പോ NIT അല്ലേ വരുന്നത്? NIT എല്ലാ വെറൈറ്റി ഉണ്ട് ഇവിടെ കാഴ്ചത്. രണ്ടെണ്ണം പറിച്ചു കഴിച്ചോ? നമുക്ക് ഇവിടെ വരുന്ന എല്ലാവർക്കും വേണമെങ്കിൽ ഇതിമ്മന്ന് കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ തൈകൾ വാങ്ങാം. അല്ല, തൈകൾ തന്നെ NIT നമുക്ക് കൊടുക്കാം. പക്ഷെ നമ്മൾ ഇവിടെ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പറിച്ചു വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും വരുന്നവർക്ക് 1-2 പീസ് കഴിക്കാൻ കൊടുക്കും എന്തായാലും ഈ വർഷം. ഇതുവരെ റംബുട്ടാനോ ഇപ്പം മല്ലികയൊക്കെ ഈ വർഷം ഒരു 500 കിലോ മല്ലിക കെട്ടിയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ എല്ലാ ഫ്രൂട്ടും ഉണ്ട്. ഇപ്പോൾ മാംഗോസിനുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു ഫ്രൂട്ട്സ് പോലും വിൽപ്പന നടത്തിയിട്ടില്ല. ഒരുപാട് ആൾക്കാരോട് ചോദിക്കലുണ്ട്. എന്തായാലും വരുന്ന ആൾക്കാർക്കൊക്കെ ഈ വർഷം റംബുട്ടാനൊക്കെ ഒന്നാണ്ട് കഴിക്കാൻ കൊടുക്കാണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് നമുക്ക്. ഇതാണ് ഓക്കെ. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ബാക്ക് അടിച്ചോ. അത് ശരി. എന്താ ഇതേപോലെ ഒരു പ്ലാന്റ് അപ്പുറത്തും ഇല്ലേ? ഇതിൻ്റെ അടുത്തൊരു 10ഓളം ബ്രാൻഡ് അതേപോലെ കാഴ്ച വെക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും ഒരു 4-5 കിൻഡല് റംബൂട്ടായി വർഷം ഉണ്ടാവും. വിൽക്കാൻ വേണമെങ്കിലും ഉണ്ട്, പക്ഷെ വിൽപ്പന നമ്മൾ ഇതുവരെ ഫോക്കസ് ചെയ്തിട്ടില്ല അല്ലേ. ഇപ്പൊ എന്താ അണ്ണാന് കിളികളൊരു ഒരു തത്ത ഉണ്ട്, ചെറിയ കുഞ്ഞി തത്ത വരാൻ. അതിന്റെ ശല്യം ഈ വർഷം എത്തിയിട്ടില്ല. എപ്പോ വരും തുടങ്ങും എനിക്കറിയില്ല. അത് വേറെ ഇതുണ്ടാവും. അതെ അതെ. കണ്ണൂരിന്ന് കുറച്ച് സുഹൃത്തുക്കളൊന്നുണ്ട്, ചെടി വാങ്ങാൻ വന്നാണ്. അപ്പൊ അവർക്ക് ഞങ്ങള് എൻ്റെ മല്ലികന്റെ മാങ്ങന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാണ്. അതെ, പിടിച്ചു നിർത്തുന്നു. തിന്നാ നന്നല്ല ഇതിട്ട് പറയണ്ട, നിങ്ങള് ഒറിജിനൽ ആയിട്ടുള്ള ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞു. ഇത് എന്റെ വീട്ടിലുള്ള മരമാണ്. ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഇതിന് റിവ്യൂ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആർക്കും ഒരു നല്ല മാങ്ങ, നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. അപ്പൊ ഇവര് ഇവിടെ ഉണ്ടായതല്ലേ. നമ്മളെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണൂരായിട്ട് വലിയ മാറ്റമൊന്നും ഇല്ല, ഒരേ സെയിം ക്ലൈമറ്റ് തന്നെ. അതെ. ആ കുറച്ച് തണുപ്പുള്ളതുകൊണ്ട് അല്ല, അതല്ലേ റിവ്യൂ പറയുമ്പോൾ ചിലപ്പോ നമ്മള് മധുരം ഇല്ല എന്നെങ്ങനെ പറയാന്നുള്ളതിലൊക്കെ ചിലപ്പോ പറയലുണ്ട്. പക്ഷെ അതല്ല, ഇത് നിങ്ങളെ കറക്റ്റ് റിവ്യൂ കൊടുത്താൽ മതി. അത്ര നമ്മൾ പറഞ്ഞു. അതെ, ഇവിടെ തന്നെ ഇതിൽ മരുന്നൊന്നും കൊടുത്തില്ല, ഒന്നുമില്ല. ഒന്നും കൂടെ ഉഷാറായില്ലേ. ഞാൻ ദിൽഷാദ് കണ്ണൂരിൽ നിന്ന് വന്നതാണ്. പിന്നെ ഇതിങ്ങനെ കണ്ടിട്ട് നിങ്ങളെ യൂട്യൂബിൽ കണ്ടിട്ട് വന്നതാണ്. അത്യാവശ്യം നല്ല തൈകളും കളക്ഷൻസും ഒക്കെ ഉണ്ട്. എൻ്റെ പേര് ഫർഹാദ് എന്നാണ്. ഞാൻ അഞ്ചരക്കണ്ടിയിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ട്, മലപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ കുറേ സംഭവങ്ങൾ കാണാൻ കഴിഞ്ഞു. എൻ്റെ പേര് റഹനാസ്. ഞാൻ ഇവിടെ വളരെയധികം തൈകളെല്ലാം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ അഞ്ചരക്കണ്ടിയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വരികയാണെങ്കിൽ നല്ല തൈകളെല്ലാം വാങ്ങിച്ച് പോവാം. ഒരു മാസിന്നാണ്. ഞാനും ഇതുപോലെ നിങ്ങളെ ബ്ലോഗ് കണ്ടിട്ട് വന്നതാ. ഇവിടെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. വിചാരിച്ചതിലും നന്നായിട്ടുണ്ട്. നിങ്ങളെ ഫാമൊക്കെ കാണാൻ അതിമനോഹരമായിട്ടുണ്ട്. അതും ഇതിലൂടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇവിടേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്.